ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മാധുരം ചാനൽ. പേജ് നമ്പർ 60 ഈ ഒരു പാറ്റേണും കൂടി ഉണ്ട്. അത് മിസ് ചെയ്തു പോയിരുന്നു അല്ലേ? അപ്പോൾ ആ പാറ്റേണുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ടീച്ചർ ഇതിന് മുമ്പ് വരച്ചതുപോലെ ഇത് ഞാൻ 6 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചതാണ് കേട്ടോ. ഇത് കുറച്ച് ചെറുതാണ്. ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 9 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വരയ്ക്കുകയാണ്. അത് ഏതായാലും നിങ്ങൾക്ക് അറിയാം വരയ്ക്കാൻ. നമുക്ക് പച്ചവെള്ളം പോലെ ആയി. നമുക്ക് എത്രയോ ചിത്രങ്ങൾ നമ്മൾ വരച്ചല്ലോ. അപ്പം ഇന്ന് ഇത് 9 സെൻറ്റിമീറ്റർ എടുത്ത് തന്നെ വരച്ചു. അപ്പം ഞാൻ ഇതിനെ 6 തുല്യ ഭാഗങ്ങളാക്കി. 6 തുല്യ ഭാഗങ്ങളാക്കണമെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 1.5 സെൻറ്റിമീറ്റർ അല്ലേ? 1.5 1 3 3 3 6 3 9. അപ്പം 6 തുല്യ ഭാഗങ്ങളാക്കി ഞാൻ ഓരോ വശത്തെയും ഭാഗിച്ചു. ഞാനത് ഭാഗിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ, കാരണം ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു സമഭുജ ത്രികോണം വരച്ചു. എന്നിട്ട് ഓരോ വശത്തെയും 1.5 സെൻറ്റിമീറ്റർ വീതം എടുത്ത് 6 തുല്യ ഭാഗങ്ങളാക്കി. 9 സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ് 1.5 സെൻറ്റിമീറ്റർ എടുത്തത്. ഇനി നിങ്ങൾ 6 സെൻറ്റിമീറ്റർ ആണ് എടുത്ത് വരയ്ക്കുന്നതെങ്കിൽ ഓരോ സെൻറ്റിമീറ്റർ എടുത്ത് ചെയ്താൽ മതി. ഇനി ചെയ്യേണ്ടത് കൂട്ടുകാരെ ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് വരച്ച ചിത്രത്തിൽ നിന്ന് ഒരു അല്പം വ്യത്യാസമായിട്ടാണ് ഇവിടെ 1 2 3 4 5 ഡോട്ടുകളാണ് ഉള്ളത്. ഈ 5 ഡോട്ടുകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ലംബം വരയ്ക്കണം. പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾക്ക് കുത്തനെയുള്ള വര കിട്ടണം. അപ്പം ആദ്യം ഞാൻ ഇതിൽ നിന്ന് ഇവിടെ ആദ്യത്തെ ബിന്ദു ഇവിടെയാണ്. അതിലേക്ക് നമുക്ക് ഒരിക്കലും ലംബം വരയ്ക്കാൻ പറ്റില്ല, കുത്തനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പം അടുത്ത ബിന്ദു എടുക്കുക, അതായത് ഒരെണ്ണം വിടണം. അതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഒരെണ്ണം വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ ഒരു ലംബം കിട്ടി. ഞാൻ പെൻസിൽ കൊണ്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. എന്നിട്ട് അവസാനം നമുക്ക് സ്കെച്ച് പെന്ന് വരയ്ക്കാം. ഇനി അടുത്തതെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇതിൽ നിന്ന് ഇത് പറ്റൂല, അതിൻ്റെ തൊട്ടടുത്ത് എടുക്കണം. അതായത് ഒരെണ്ണം വിട്ടിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തതും ഞാനിപ്പോൾ വരയ്ക്കുകയാണ്. ഇനി അടുത്തത് മൂന്നാമത്തത് വരയ്ക്കുമ്പോൾ നേരെ അതിൻ്റെ മൂന്നാമത്തെ മൂലയിലേക്ക് പോവുക. ത്രികോണത്തിൻ്റെ മൂലയിലേക്ക് പോവുക. അപ്പം 3 എണ്ണം വരച്ചു. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ ഇവിടേക്ക് നമ്മൾ വരയ്ക്കുക. 1 ഇടവിട്ട് വരച്ചാൽ മതി. അപ്പോൾ കുത്തനെ നമുക്ക് ലംബം കിട്ടും. കറക്റ്റ് എടുത്ത് അങ്ങോട്ട് വരയ്ക്കാം. അപ്പം ഇത് കഴിഞ്ഞു, ഈ വശം കഴിഞ്ഞു. ഇങ്ങനെ ഓരോ വശത്തു നിന്നും വരയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ തിരിച്ചു വെച്ചോളൂ. തിരിച്ചു വെക്കണം എന്നൊന്നുമില്ല. ഇതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരച്ചാൽ മതി. തിരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. ഇപ്പം നമ്മൾ വച്ചില്ലേ, ഇപ്പം ഈ നേരത്തെ വെച്ച അതേപോലെ ആയി. ഇതേപോലെ തിരിച്ചങ്ങോട്ട് വരയ്ക്കുക. ഇങ്ങനെ ലംബം വരയ്ക്കുമ്പോൾ 5 വരകളാണ് കിട്ടുക. മൂന്നാമത്തത് ത്രികോണത്തിന്റെ മൂലയിലേക്കും. ഇപ്പൊ ഈ വശം കഴിഞ്ഞു. ഇനി അടുത്ത വശവും കൂടെ ഇതേപോലെ തന്നെ ചെയ്യാം. ഓരോ വര വരയ്ക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സമാന്തരമായ വരകളാണ് ലഭിക്കുന്നത്. ഇപ്പൊ കൂട്ടുകാർ നോക്കി അറിയാം, നമ്മൾ 3 വശത്തു നിന്നും തന്നെ അങ്ങോട്ട് വരച്ചു. എത്ര ഈസി ആയിട്ടാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 1 2 3 ക്യൂബ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. താഴെ ബേസ് എത്രയാണോ അതിൽ നിന്ന് ഓരോ പോയിന്റിൽ നിന്നും മറ്റേ വശത്തിലേക്ക് എന്ത് ചെയ്യണം? 1 ഇടവിട്ട ബിന്ദുക്കളിലേക്ക് യോജിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് 1 2 3 4 5 ഇതൊക്കെ പാരലൽ ലൈൻസ് ആണ് വരിക. ഇനി പ്രധാനപ്പെട്ട, അതായത് ക്യൂബിന്റെ വേണ്ട വരകൾ മാത്രം യോജിപ്പിക്കുക. സ്കെച്ച് പെന്നുകൊണ്ട് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വരുന്ന പ്രശ്നം, നമ്മൾ കഷ്ടപ്പെട്ട് വരച്ചത് മുഴുവൻ വെറുതെ ആവും. കാരണം അത് മായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശ്രദ്ധ വേണം, കൃത്യത വേണം, സൂക്ഷ്മത വേണം. ഇങ്ങനെ ഓരോന്നും കൃത്യമായി വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇതിനുള്ളിൽ കിട്ടുക? ഒരു ത്രികോണത്തിൻ്റെ ഉള്ളിൽ 3 സമചതുര കട്ടയാണ് കിട്ടുന്നത്, ക്യൂബുകൾ അല്ലേ? ഇതിനു മുമ്പ് നമ്മൾ 1 മാത്രമാണ് വരച്ചത്. ശാസ്ത്രമേളയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ജിയോമെട്രിക്കൽ പാറ്റേൺ ആയിട്ടും വരയ്ക്കാവുന്നതാണ്. ഇപ്പം കൂട്ടുകാർ നോക്കിക്കേ, നല്ല സന്തോഷമായിട്ടുണ്ടാവൂലേ? നമുക്ക് ഒരു ത്രികോണത്തിൻ്റെ ഉള്ളിൽ 3 ക്യൂബുകൾ ആണ് കിട്ടിയത്.
നല്ല ഒരു 3 ഡയമെൻഷനാണ് കിട്ടിയത്. ഇത് ഒറ്റയ്ക്ക് കാണുമ്പോൾ ഒരെണ്ണം വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പം 3 എണ്ണം ഉള്ളത് വേണം എന്ന് കൂട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഏതായാലും അതും കൂടെ വരച്ച് തന്നേക്കാലോ എന്ന് വിചാരിച്ചു. ഇപ്പം കൃത്യമായിട്ട് പിടി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെൻസിൽ കൊണ്ട് കുറേ വരകൾ ആവശ്യമില്ലാത്തതുണ്ട്. അപ്പം ആവശ്യമില്ലാത്ത വരകൾ മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മായ്ച്ച് കളയുക. ഇനി നിങ്ങൾ കളറൊക്കെ കൊടുത്ത് മനോഹരാക്കുക. നമ്മളിവിടെ ഒരെണ്ണം കളർ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കളർ കൊടുത്തത് കാണിച്ചു തരാം. കളർ കൊടുക്കാൻ നിങ്ങൾക്കറിയാലോ. അപ്പം നിങ്ങൾ കളർ കൊടുക്കുക. ഇവിടെ ഉള്ളതിലൊക്കെ നമുക്ക് നല്ല ഡാർക്ക് കളർ കൊടുക്കാം. ഇവിടെ കുറച്ച് ലൈറ്റ് കൊടുക്കുക. ഇതിൻ്റെ മുകളിലും കുറച്ച് ലൈറ്റ് കൊടുക്കുക. ബാക്കി ഡാർക്ക് കൊടുത്താൽ മതി. ഓക്കെ. അപ്പം ഞാൻ ഇതെല്ലാം കളറൊക്കെ കൊടുത്ത് വളരെ മനോഹരാക്കി. നിങ്ങൾ ഇതുപോലെ കളറൊക്കെ കൊടുത്ത് മനോഹരാക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു സന്തോഷമാണ്. നിങ്ങൾക്കും ആ സന്തോഷം കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഏതായാലും സന്തോഷം കിട്ടിയിട്ടോ. അപ്പോൾ നമ്മളുടെ ചിത്രം വരെ ഒക്കെ ഏകദേശം തീർന്നു. ഇനി അടുത്ത പാർട്ടായിട്ട് ഇടുന്നത് വിപരീത ഭിന്നങ്ങൾ, റെസിപ്രോക്കൽ എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ വീഡിയോ ആണ്. കൂട്ടുകാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.